അണ്ടർ റേറ്റഡ് മലയാളം മൂവീസ് പാർട്ട് 6 ഇതിന് മുൻപത്തെ 5 പാർട്ടുകളെയും ലിങ്ക് ഞാൻ കമൻസിൽ കൊടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. പൊതുവെ നല്ലൊരു ജെന്യൂൻ എഫേർട്ട് വന്നിട്ടുള്ള ഈ പടങ്ങൾക്ക് കിട്ടിയിട്ടുള്ള റെക്കഗ്നീഷൻ വെച്ച് നോക്കുമ്പോൾ നമുക്ക് അണ്ടർ റേറ്റഡ് എന്ന് പറയാവുന്ന തരത്തിലുള്ള സിനിമകളൊക്കെയാണ് ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത്. ഒരുപക്ഷേ ഈ പടങ്ങളൊക്കെ എല്ലാവർക്കും വർക്കായിക്കൊള്ളണമെന്നില്ല. ഒരു വൈഡ് ഓഡിയൻസിന് അങ്ങനെ അക്സെപ്റ്റബിൾ ആകാത്തതുകൊണ്ട് കൂടിയാണല്ലോ ഈ സിനിമകളൊക്കെ അങ്ങനെ ശ്രദ്ധിക്കപ്പെടാതെ കിടക്കുന്നത്. പക്ഷേ തീർച്ചയായിട്ടും നല്ല മൊമെൻസുകളൊക്കെയുള്ള നിങ്ങൾക്ക് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാവുന്ന തരത്തിലുള്ള സിനിമകളൊക്കെ തന്നെയാണ്. നമുക്ക് നേരെ സിനിമകളിലേക്ക് കിടക്കാം. ആദ്യത്തെ പടം മനോഹരം. അൻവർ സാദിഖ് സംവിധാനം ചെയ്തിട്ടുള്ള ഈ പടത്തിൽ വിനീത് ശ്രീനിവാസനാണ് നായകനായിട്ട് എത്തിയിട്ടുള്ളത്. വിനീതിനെ കൂടാതെ ദീപക് പറമ്പോൽ, ബേസിൽ ജോസഫ്, അപർണദാസ് തുടങ്ങിയവർ ഈ സിനിമയിലുണ്ട്. ഇതൊരു ഫീൽ ഗുഡ് ഡ്രാമ കാറ്റഗറിയിൽ വരുന്നൊരു സിനിമയാണ്. ഈ പേര് പോലെ തന്നെ വളരെ മനോഹരമായിട്ടുള്ളൊരു ഫീൽ ഗുഡ് സിനിമയാണിത്. ഇതിൽ വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു പോസ്റ്റർ ആർട്ടിസ്റ്റായിട്ടാണ് വിനീത് എത്തിയിട്ടുള്ളത്. ഈ ഒരു പടത്തിൻ്റെ ക്ലിപ്പൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ ഫേസ്ബുക്കിലോ മറ്റൊക്കെ കാണുമ്പോൾ ഇങ്ങനെ കണ്ടിരിക്കാറുണ്ട്. നല്ല റിപ്പീറ്റ് വാല്യൂ ഉള്ളൊരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഈ സിനിമ ആമസോൺ പ്രൈം OTT-ലാണ് സ്ട്രീം ചെയ്യുന്നത്. 2019 സുരാജും സൗബിനും ചേർന്ന് അഭിനയിച്ചിട്ടുള്ള ഒരു ഫീൽ ഗുഡ് ഡ്രാമ സിനിമയാണ് വികൃതി. കൊച്ചി മെട്രോയിൽ നടന്നിട്ടുള്ള ഒരു യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കിയിട്ടാണ് ഈ ഒരു സിനിമ ഒരുക്കിയിട്ടുള്ളത്. ഇതിലെ സുരാജിൻ്റെ വളരെ ഇമോഷണൽ ആയിട്ടുള്ള പ്രകടനമൊക്കെ ഇതിൻ്റെ ഒരു ഹൈലൈറ്റാണ്. ഒരു കൊച്ചു സിനിമയാണ്. തീർച്ചയായിട്ടും ഒരു ഫീൽ ഗുഡ് വൈബിലൊക്കെ ഇങ്ങനെ കണ്ടിരിക്കാൻ പറ്റിയിട്ടുള്ള സിനിമയാണ്. ഈ സിനിമ നെറ്റ്ഫ്ലിക്സിലാണ് സ്ട്രീം ചെയ്യുന്നത്. അടുത്തത് ടോവിനോ തോമസ്, സുരാജ് കുഞ്ഞാറമ്മൂട്, ഐശ്വര്യലക്ഷ്മി എന്നിവർ അഭിനയിച്ചിട്ടുള്ള ഡ്രാമ ത്രില്ലർ ചിത്രമായിട്ടുള്ള കാണെ. മനു അശോക് സംവിധാനം ചെയ്തിട്ടുള്ള ഈ സിനിമയ്ക്ക് തിരക്കഥ ഒരുക്കിയിട്ടുള്ളത് ബോബി സഞ്ജയാണ്. ഡയറക്റ്റ് OTT റിലീസായിട്ടായിരുന്നു ഈ സിനിമ പുറത്തിറങ്ങിയിട്ടുള്ളത്. ഗ്രേ ഷെയ്ഡഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സും നല്ല പ്രകടനങ്ങളൊക്കെ ആയിട്ട് ഓർത്തുവച്ചായിട്ടുള്ളൊരു സിനിമയാണിത്. ഈ സിനിമ സ്ട്രീം ചെയ്യുന്നത് സോണി ലീവ് OTT-ലാണ്. വിനയ് ഫോർട്ട്, അജു വർഗീസ്, ചെമ്പൻ വിനോദ് തുടങ്ങിയവരൊക്കെ അഭിനയിച്ചിട്ടുള്ള കോമഡി ത്രില്ലർ ചിത്രമാണ് ഉറുമ്പുകൾ ഉറങ്ങാറില്ല. ഈ ഒരു പടത്തിൽ ഈ ഒരു ടൈറ്റിലിന് തന്നെ നല്ല പ്രാധാന്യമുണ്ട്. ഇതിലൊരു ജോണർ ഷിഫ്റ്റ് വരുന്നുണ്ട്. ഗംഭീരമാണത്. തീർച്ചയായിട്ടും തിയേറ്ററിൽ ഹിറ്റായിട്ടുള്ള സിനിമ തന്നെയാണ്. നിങ്ങൾ കുറേ പേരൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. കാണാത്തവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു പടം സ്ട്രീം ചെയ്യുന്നത് മഴവിൽ മനോരമയുടെ മനോരമ മാക്സ് എന്ന് പറയുന്ന OTT-ലാണ്. സിദ്ധാർത്ഥ് ഭരതൻ സംവിധാനം ചെയ്തിട്ടുള്ള സിനിമകളിൽ ഏറ്റവും അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള പടമാണ് വർണ്ണത്തിൽ ആശങ്ക എന്ന് പറയുന്ന സിനിമ. കുഞ്ചാക്കോ ബോബൻ, ചെമ്മൻ വിനോദ്, സുരാജ് വെഞ്ഞാറമൂട്, ഷൈൻ ടോം ചാക്ക തുടങ്ങിയവരൊക്കെ അഭിനയിച്ചിട്ടുള്ള ഈ ഒരു സിനിമ ഒരു ഹൈസ്റ്റ് കോമഡി വിഭാഗത്തിൽ പെടുന്നൊരു സിനിമയാണ്. വളരെ ജെന്യൂൻ ആയിട്ടുള്ളൊരു എഫേർട്ടാണ് ഈ ഒരു സിനിമ. നല്ല കുറേ തമാശകളും അതുപോലെ തന്നെ സറ്റയറും ഒക്കെ ചേർന്നിട്ടുള്ള ബോറടിക്കാതെ കാണാവുന്ന നല്ലൊരു എൻ്റർടൈനറാണിത്. ഒരു വൻ കിടു പടം എന്നൊക്കെ പറയുന്നില്ലെങ്കിൽ കൂടി അത്യാവശ്യം നല്ല മൊമെൻറ്റ്സ് ഒക്കെ വരുന്നൊരു സിനിമയാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഈ പടം സ്ട്രീം ചെയ്യുന്നത് സൺ നെക്സ്റ്റ് എന്ന് പറയുന്ന OTT പ്ലാറ്റ്ഫോമിലാണ്. ഇതുപോലെ അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള സിനിമകളുമായിട്ട് നമ്മൾ വീണ്ടും വരും. അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഈ സിനിമകളൊക്കെ നിങ്ങൾ കണ്ടതാണെങ്കിൽ സിനിമകളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ എഴുതുക. നന്ദി, നമസ്കാരം.